യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു നല്ല ദിവസം ഈ പ്രഭാതത്തിൽ അച്ഛൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈ ദിവസം മുഴുവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറയുമ്പോഴും വിവിധ ആകുലതകൾ, വേദനകളാൽ ഒക്കെ പലതരത്തിലും ഡിസ്റ്റർബ്ഡായ ഒരു മനസ്സോടുകൂടിയായിരിക്കാം നമ്മളായിരിക്കുന്നത്. ഇന്നലെ കിടന്നപ്പോൾ ഈ ദിവസം എന്തു ചെയ്യും, എനിക്ക് മറികടക്കാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മക്കളുടെ കാര്യമാകാം, ജീവിത പങ്കാളിയുടെ കാര്യമാകാം, നമ്മുടെ തന്നെ കാര്യമാകാം. ഒന്നുണ്ട്, പലതരത്തിലും മനസ്സ് നമ്മളെ ഭാരപ്പെടുത്തുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഭാരപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ധൈര്യപൂർവം ഈ പ്രഭാതത്തിൽ ദൈവം തരുന്ന ഒരു വചനമുണ്ട്. വലിയ വാഗ്ദാനത്തിൻ്റെ വചനമാണ്. ഹോശേയ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തോട് പറയുന്നത് ദൈവജനത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം അത്രമാത്രം കാത്തു പരിപാലിച്ചിട്ട് അവർ ദൈവത്തോട് എങ്ങനെ പെരുമാറി എന്നാണ് പറയുന്നത്. ഇവിടെ വചനം പറയുന്നു, ആത്മാർത്ഥമായിട്ട് അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. മറിച്ച് എന്തിനാണ്? ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് കൂടാനൊക്കെയാണ്, വീഞ്ഞു കുടിക്കാനൊക്കെയാണ് ഒരുമിച്ച് കൂടുന്നത്. ഈ ഒരവസ്ഥയിലാണ് വചനം പറയുന്നത് അവർക്ക് ദൈവം ഉത്തരം അരുളുന്നില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം പ്രയാസങ്ങളും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഈ വചനത്തിന് യോഗ്യതയാൽ ആത്മാർത്ഥമായിട്ട്, സിൻസിയറായിട്ട്, ഹൃദയം നിറയെ നമ്മൾ ആശ്രയിക്കുന്നു ദൈവത്തെ. വചനം ഓർപ്പിക്കുകയാണ്, ദൈവത്തെ ഞാൻ ആശ്രയിക്കുമ്പോൾ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ അവസ്ഥയിൽ ദൈവം എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി തരുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 29:11. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം നൽകട്ടെ. എങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് ഞാൻ തിരിയുന്നു. വചനം പറയുന്ന പോലെ കിടക്കയിലേക്കൊന്ന് ഉരുളുന്നില്ല, ആത്മാർത്ഥതയില്ലാതെ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. മറിച്ച് ആത്മാർത്ഥമായ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം എനിക്ക് ശക്തി തരും, എൻ്റെ മനസ്സിന് സമാധാനം തരും. എങ്കിൽ പ്രിയമുള്ളവരെ, അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനജ്വാല ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് ഈ ഗാവുൽത്ത ആലയത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ, ലോകത്തിലെ വിവിധ ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവർക്കെല്ലാം ഈ ദിവസം മുഴുവൻ ദൈവം സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനഭാഗവും ഇതിൻ്റെ വ്യാഖ്യാനമെല്ലാം മറ്റു മക്കൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അവർക്കും സമാധാനം കിട്ടും, അവർക്കും ശക്തിയായി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഈ ദിവസം മാറുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും ദൈവം ശക്തിയോട് ചേർത്ത് വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.